നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷമാക്കി നാട്. വിവിധ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി എൻ ശംസുദ്ദീൻ പതാക ഉയർത്തി. ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും തലമുറകളിലേക്ക് കൈമാറി രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണെന്നും സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്ത് യുവത ഏറ്റെടുക്കണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. ശാസ്ത്രത്തിലും സാങ്കേതിക വളർച്ചയിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. അനുദിനം മുന്നേറുന്ന വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി. ഞായറാഴ്ച അത്തം പിറക്കും. ഇനി ഓണപ്പൂവിളികൾക്ക് കാതോർക്കുന്ന നാളുകൾ. അത്തം പിറക്കുന്നതോടെ മലയാളക്കരയിൽ ഇനി അങ്ങോട്ട് ഓണാഘോഷങ്ങൾക്ക് സജീവമാകും. മലയാളികൾക്ക് പൂക്കളം തീർക്കാനുള്ള പൂവിപണിയും സജീവം. എയ്ഡഡ് മേഖലയിലെ നിയമന നിയന്ത്രണം സർക്കാരിന് കീഴിലാക്കണമെന്ന് ജനകീയ സമരസമിതി. എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്ന മാനേജ്മെന്റുകളെ പ്രതീകാത്മകമായി വിചാരണ ചെയ്ത് തൂക്കിലേറ്റി ജനകീയ സമിതിയുടെ പ്രതിഷേധം. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ആശങ്കയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷമാക്കി നാട്. വിവിധ വിദ്യാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ക്ലബ്ബുകളിലും തുടങ്ങി മറ്റു സന്നദ്ധ സംഘടനകളിലും രാവിലെ ദിനാഘോഷ പരിപാടികൾ സജീവമായിരുന്നു. ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് DRM മധുകർ റോട്ട് പതാക ഉയർത്തി. In freight operation, the division achieved loading of 7.335 million tons during 25-26, which has surpassed the annual target of 7.320. During April to July 26, റെയിൽവേ സായുധ സേന, NCC, സ്കൗട്ട് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു. കോട്ടായി വരോട് കണ്ണച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. STV ഓഫീസിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അക്കൗണ്ടന്റ് പ്രസാദ് പതാക ഉയർത്തി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക PP ചന്ദ്രിക പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പറളി പഴയങ്ങാടി അംഗൻവാടിയിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് അംഗം ബിന്ദു പതാക ഉയർത്തി. പറളി മദ്രസത്തുൽ മുജാഹിദീനിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സദർ മുദരിസീൻ ഫാറൂഖ് മൗലവി പതാക ഉയർത്തി. പറളി എടത്തറ മുജാഹിദീൻ സെക്കൻഡറി മദ്രസയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മസ്ജിദുൽ മുജാഹിദീൻ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം പതാക ഉയർത്തി. വിവിധ തരത്തിലുള്ള മത്സര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മങ്കരയിൽ തണൽ മരങ്ങൾ നട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ വേറിട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മങ്കര പഞ്ചായത്തും പരിസ്ഥിതി പ്രവർത്തകരും സംയുക്തമായിട്ടാണ് തണൽ മരങ്ങൾ നട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മങ്കര ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്രിട്ടീഷ് പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു വൃക്ഷത്തൈ നടി യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകളോടൊപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അതിവിപുലമായി ആഘോഷിച്ചു. ചടങ്ങിൽ RK സുകുമാരൻ, PV ഭാസ്കരൻ എന്നിവരുടെ സ്മരണയ്ക്കായി ഫോട്ടോ അനാച്ഛാദനവും നടത്തി. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണവശങ്ങളും ഇന്നത്തെ അവർ ചെയ്തതിൻ്റെ വളരെ വിലപ്പെട്ട സംഭാവനകളായിരുന്നു. അതിനെ ഇന്നും തിരുവനന്തപുരത്തെ മണ്ണിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്, ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും താങ്ങുതണലുമായി കാലഘട്ടമായിരുന്നു അവസ്ഥയിലാണ്. അപ്പം അത് ഈ ദിവസം തന്നെ അവരുടെ ഓർമ്മകൾ പുതുക്കാൻ അവർ ഈ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉപരി ഈ നാട്ടിനകത്ത് ചെയ്ത
ഉപകാരങ്ങളെക്കുറിച്ച് സ്മരിക്കാനുള്ള ഒരു പത്തരിപ്പാലയിൽ അന്തേവാസികൾ താമസിക്കുന്ന പത്തരിപ്പാലയിലെ കാരുണ്യഭവനിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആചരിച്ചു. കാരുണ്യഭവൻ ചെയർമാൻ VE ഷാജഹാൻ മുണ്ടൂർ പതാക ഉയർത്തി. ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ലോകരാഷ്ട്രങ്ങളിലും ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും യുദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കിന്ന് സമാധാനത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത് തന്നെ ദൈവത്തിനെ സ്തുതിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് എല്ലാ നിലയ്ക്കും നമുക്കൊരു ശാന്തി സമാധാനമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കാരുണ്യഭവനം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വായനശാല പ്രസിഡന്റ് റിൻസി അനീഷ് പതാക ഉയർത്തി. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 80ാമത് വാർഷികം നാം ആഘോഷിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ടുള്ള ഈ 80 വർഷങ്ങൾ, കടന്നുപോയ 80 വർഷങ്ങൾ നമ്മുടെ പൂർവ്വസൂരികളായ പൂർവ്വപിതാക്കൾ ജീവൻ നൽകി നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. 1919 ജാലിയൻവാലാബാഗും 1920 നിസ്സഹകരണ പ്രസ്ഥാനവും 1921 മലബാർ ലഹളയും ഉൾപ്പെടെയുള്ള വലിയ വലിയ ജീവനേറ്റമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര ടൗൺ പള്ളി ജുമാ മസ്ജിദ് അങ്കണത്തിൽ മഹല്ല് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സബ് കളക്ടർ അഞ്ജിത് സിംഗ് ദേശീയ പതാക ഉയർത്തി. Of course, a day with a lot of glory, lot of sacrifice, but youngsters must understand that they have to take this nation forward. Many people have served this country. We are serving this country in different forms. People in uniform are there. People from educational backgrounds are there. People from other sectors are here. My team from revenue is here. We are all making efforts to take this nation forward. ന്യൂസ് ഡെസ്ക് STV. ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും തലമുറകളിലേക്ക് കൈമാറി രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണെന്നും സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്ത് യുവത ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ശാസ്ത്രത്തിലും സാങ്കേതിക വളർച്ചയിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. അനുദിനം മുന്നേറുന്ന വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് കോട്ട മൈതാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ ശേഷം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകോത്തര നിലവാരത്തിലുള്ള പല കാര്യങ്ങളും അഭിമുഖീകരിക്കേണ്ട വിദ്യാർത്ഥികളെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ജനാധിപത്യബോധവും മതേതരത്വവും ഏവരും കാത്തുസൂക്ഷിക്കണം. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തി സമത്വത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞാബദ്ധരാകണം. നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തണം. സ്വതന്ത്രമായ ചിന്തകൾക്ക് പ്രശസ്തി ഉണ്ടാകണം. വ്യത്യസ്ത ഉപദേശീയ തലത്തിലും മാതൃരാഷ്ട്രമെന്ന നിലയിൽ ഏകമനസ്സോടെ നിലകൊള്ളണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി വ്യക്തമാക്കി. പ്രാന്തവൽക്കരിക്കപ്പെട്ട പിന്നോട്ടു പോയ സമൂഹങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള സാമൂഹിക നീതി, സമത്വം, സാഹോദര്യം, ഈ ഭരണഘടനാ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ആ പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കേണ്ടത്. രാവിലെ 9-ന് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ കലക്ടർ K. സുധീർ, ജില്ലാ പോലീസ് മേധാവി A. അബ്ദുൾ റാഷി എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, വനം, സ്റ്റുഡൻസ് പോലീസ്, കേരള ഹോം ഗാർഡ്സ്, സിവിൽ ഡിഫൻസ്, അഗ്നിരക്ഷാസേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ 26 വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. Girls from Government Mine Model HSS Palakkad. കാണിക്കമാത കർണകീയമൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് പ്ലറ്റൂണുകളും പങ്കെടുത്തു. വാളയാർ CI KO പ്രദീപ്, DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റഫീഖ് എന്നിവർ പരേഡ് നയിച്ചു. മികച്ച പ്രകടനം നടത്തിയ പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ നൽകി. ഡൽഹി RD ക്യാമ്പ്, തൽസേന ക്യാമ്പ് എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിപ്പിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രമേശ് പിഷാരടി MLA, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ P. സ്മിതേഷ്, ADM അബ്ദുൽ ലത്തീഫ്, പാലക്കാട് RTO
കെ ദേവകി, ഡെപ്യൂട്ടി കളക്ടർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാരണാസിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ ഓഫീസ് പരിസരത്തെ പതാക ഉയർത്തലും ഉണ്ടായിരുന്നു. വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനു വേണ്ടി ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും ഐക്യത്തോടെയും ഒരുമയോടും പ്രവർത്തിച്ചുകൊണ്ട് 2029 വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രം പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പി കെ അബൂബക്കർ സിദ്ദിഖ്, ടി പി രാജീവൻ, പി എം ബ്രിജേഷ്, എസ് നന്ദകുമാർ, വി ടി അലി, പി സുധീഷ് എന്നിവർക്ക് പുറമെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും INTUസിന്റെയും നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മേഖലയിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ പി നിർമ്മല ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മേഖലയിലെ മറ്റു വിവിധ ഭാഗങ്ങളിലും പതാക ഉയർത്തൽ നടന്നു. ഷൊർണൂർ നഗരസഭാ അങ്കണത്തിൽ രാവിലെ 8:30 ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ആളുകളെക്കാൾ കൂടുതലാണ് ചരിത്രം അറിയാതെ പോയിട്ടുള്ള ആളുകൾ. അത്രയും പേരുടെ പരിശ്രമഫലമായിട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് നമുക്ക് അറിയാം, പല ഭീഷണികളും രാജ്യം നേരിടുന്നുണ്ട്. ഈ ഭീഷണികളിൽ നിന്നെല്ലാം നമുക്ക് വേണ്ട സംരക്ഷണം ലഭിക്കുന്നത് നമ്മുടെ ദേശസുരക്ഷ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ ഭടന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അത് മറ്റ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന മറ്റ് സംഘർഷങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വളരെ വിഘാതമായി ബാധിക്കുന്നുണ്ട്. ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വിവിധ വിഭാഗം തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 8:15 ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. SI സുബിന്ദ് ദേശീയ പതാക ഉയർത്തി. മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഷൊർണൂർ KVR ഹൈസ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളും സമ്മാനദാന ചടങ്ങും സംഘടിപ്പിച്ചു. രാവിലെ 9 സ്കൂൾ HM SP രാമപ്രസാദ് ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. യു നിവേദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി. അവന്തിക ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി നൽകി. വന്ദേമാതരം ആലാപനവും ഉണ്ടായിരുന്നു. ഡോക്ടർ മല്ലിക, PTA പ്രസിഡന്റ് അജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. നേരത്തെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച റോട്ടറി ക്ലബ് ഉപന്യാസ രചന മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായി എങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS അംസ പറഞ്ഞു. ആറ്റൂർ അറഫ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ACCയുടെ പ്രസിഡൻ്റായിരുന്നിട്ട് പോലും മല്ലികാർജുന ഖാർഗെ ഒരു വേദിയിൽ സംസാരിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം ആ വേദി അയാൾ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞു ശുദ്ധികലശം ചെയ്തു എന്നൊരു വാർത്ത ഏറെ വേദനിപ്പിച്ചു. മനുഷ്യൻ വളരെ പ്രയാസമുണ്ടായി ആ വാർത്ത വായിച്ചപ്പോൾ. ആർക്കാ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്? ഈ സ്വാതന്ത്ര്യം ആർക്കുള്ളതാണത്? മനുഷ്യന്. നമ്മളറിയാമോ എന്തെല്ലാം പോരാട്ടങ്ങൾ നടന്ന ഭൂമിയാണ് ഈ ഭൂമി. അതിന് വലിയ സ്വാതന്ത്ര്യം കിട്ടേണ്ടത് നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ച ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം പ്രധാനമാണ്. അതുപോലെ തന്നെ 2000-3000 കൊല്ലങ്ങളായി നിരന്തരമായി പീഡനങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് വിധേയമായി ജീവിച്ചു കൊണ്ടിരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ജീവിക്കാനുള്ള, അന്തസ്സാർന്ന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, അതും പ്രധാനമല്ലേ? നാളെ അത്തം പിറക്കും. ഇനി ഓണപ്പൂവിളികൾക്ക് കാതോർക്കുന്ന നാളുകൾ. അത്തം പിറക്കുന്നതോടെ മലയാളക്കര ഇനി അങ്ങോട്ട് ഓണാഘോഷങ്ങൾക്ക് സജീവമാകും. മലയാളിക്ക് പൂക്കളം തീർക്കാനുള്ള
പൂവിപണിയും ടൗണുകളിൽ സജീവമായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓണമാഘോഷിക്കുന്നതിൻ്റെ വക്കിലെത്തി നാടും നഗരവും. നാളെ അത്തം പിറക്കും. ഓണപ്പൂവിളികൾക്ക് കാതോർക്കുകയാണ് നാട്. പഴയകാലത്തെ ഓണസങ്കല്പമൊന്നുമല്ല വർഷങ്ങൾ കഴിയുന്തോറും നടക്കാറുള്ളതെന്ന് പഴമക്കാർ ചിലർ സൂചിപ്പിക്കുന്നു. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ചിലർക്കിടയിൽ ഇപ്പോഴുമുണ്ട്. കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ പഴയ രീതിയിലുള്ള ഓണാഘോഷം നടക്കണമെന്നാണ് ഡോക്ടർ മല്ലികയുടെ അഭിപ്രായം. നാളെ ഓണാഘോഷത്തിൻ്റെ ആദ്യ ദിനം വിവിധ നിറത്തിലുള്ള പൂക്കൾ പറിച്ചും ചാണകം മെഴുകിയും ഇടുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനുള്ള സമയം ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡായിട്ടുള്ള പൂക്കളം, കാർപ്പറ്റ്സും കേറ്ററിംഗ് സർവീസസും ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ആ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കൂട്ടായ്മ വേണമെങ്കിൽ പഴയ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ നടക്കണം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഗ്രാമീണ വിനോദങ്ങൾ പലതും പതുക്കെ മാഞ്ഞുപോയി. വിപണി എല്ലാം നിയന്ത്രിക്കുന്ന കാലത്തിൻ്റെ ഓണമാണിപ്പോൾ. ഇന്ന് എന്തും മാർക്കറ്റിൽ കിട്ടുന്ന കാലം. വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ കാട്ടുപൂക്കൾ വരെ വീട്ടിലെത്തും. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഓണാഘോഷത്തിൻ്റെ കാര്യത്തിൽ പലർക്കും. എന്തൊക്കെ തന്നെയായാലും മലയാളി ഓരോ വർഷം കഴിയുന്തോറും ഓണാഘോഷം കളറാക്കാൻ ശ്രമിക്കും. അത്തം പിറക്കുന്നതോടെ മലയാളക്കരയിൽ പൂവിളികൾ ഉയർന്നു തുടങ്ങും. ഓണമെത്തിയാൽ വീടിൻ്റെ മുറ്റത്തും പറമ്പുകളിലും ധാരാളം പൂക്കൾ വിടരും. പല നിറമുള്ള പൂവുകൾ ഉണ്ടാകും. പൂക്കളങ്ങളുടെ ആഘോഷം തന്നെയാണ് ഓണക്കാലം. പലരും വിപുലവും വ്യത്യസ്തമായ രീതിയിൽ പൂക്കളം തീർക്കാൻ ശ്രമിക്കും. ഇതിനായി വിപണിയും മാർക്കറ്റിൽ സജീവമായിട്ടുണ്ട്. ആവശ്യക്കാരും ഏറെയാണ്. അതേസമയം പൂവിന് വിലയും അല്പം കൂടുതലാണെന്ന് കച്ചവടക്കാരും പറഞ്ഞു വയ്ക്കുന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. എയ്ഡഡ് മേഖലയിലെ നിയമന നിയന്ത്രണം സർക്കാരിന് കീഴിലാകണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്ന മാനേജ്മെൻറ്റുകളെ പ്രതീകാത്മകമായി വിചാരണ ചെയ്ത് തൂക്കിലേറ്റി ജനകീയ സമരസമിതിയുടെ പ്രതിഷേധ സമരം ജനകീയ സമരസമിതി രക്ഷാധികാരി വിളയോട് ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിന്റെ മാനേജർ കൈപ്പറ്റുകയും തിരിച്ചു ചോദിച്ചപ്പോൾ ആ തിരിച്ചു ചോദിക്കാൻ പോയവിടെ നിന്ന് വെച്ച് ഇവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയാണ്. ഒരു മാനേജറാണ്, വിദ്യാഭ്യാസം സ്കൂളിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും അറിവിന്റെയും ബോധത്തിന്റെയും ഒക്കെ നിലവാരം പുലർത്തേണ്ട ഒരു മാനേജർ ചെയ്യുന്നത് പീതാംബരനെയും മകൻ ജിഷ്ണുവിനെയും ക്രൂരമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഇനി നീ ഈ ചോക്ക് പിടിച്ചുകൊണ്ട് നീ ഒരു അധ്യാപകനായിട്ട് പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാധ്യാപകന്റെ കൈ തല്ലി ഒടിച്ചു. വലത് കൈയാണ് തല്ലി ഒടിച്ചത്. പണിയെടുക്കുന്ന ഒരാളുടെ, അധ്വാനിക്കുന്ന ഒരാളുടെ കൈ തല്ലി ഒടിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു എഴുത്തുകാരന്റെ കൈ തല്ലി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? സാധ്യമാവുമോ സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ തല്ലി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ കൈകളാണ്, കരങ്ങളാണ് അധ്വാനിക്കാനുള്ള ശക്തിയായിട്ട് നിൽക്കുന്ന രണ്ട് കൈകൾ. ഇതിനെയാണ് തല്ലിയൊടിച്ചത്. ആരാ? ഈ കരിപ്പോട് സ്കൂളിന്റെ മാനേജർ അനൂപ്, അയാളുടെ വളർത്തുകുണ്ടയായിട്ടുള്ള അജയ് എന്ന് പറയുന്ന 22കാരനായ ഒരു ചെക്കനുമുണ്ട്. അധ്യാപക നിയമനത്തിന്റെ പേരിൽ ചില മാനേജ്മെന്റുകൾ ലക്ഷങ്ങളുടെ ലേലവിളി നടത്തുകയാണ്. ചിറ്റൂരിലെ പീതാംബരൻ മാഷിന്റെ ജിഷ്ണുവിന് അധ്യാപക നിയമനം നൽകാമെന്ന് കരിപ്പോട് KSEB മാനേജർ മുണ്ടൂർ സ്വദേശി ഗീതയും ഭർത്താവ് അനൂപ് കുമാറും 35 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ചോദിച്ചു. പണം ചോദിച്ചതോടെ അനൂപ് കുമാറും മകൻ അജിത്തും ചേർന്ന് പീതാംബരൻ മാഷെയും ജിഷ്ണുവിനെയും ക്രൂരമായി മർദ്ദിച്ചു. ജിഷ്ണുവിന്റെ വലത് കൈ തല്ലിയൊടിച്ച് ഇവർ ഇരുവരെയും വാഹനമിടിച്ചു കൊല്ലാനും ശ്രമിച്ചു. ഇത്തരം നീചപ്രവർത്തകരുമായിട്ടും സമൂഹത്തിലെ അധ്യാപക സംഘടന, രാഷ്ട്രീയ പാർട്ടികളെ, ജനപ്രതിനിധികളോ ഇടപെട്ടില്ല. അധ്യാപക നിയമനം അല്ലാത്തതായ 10ഓളം പരാതികൾ കരിപ്പോട് മാനേജ്മെന്റിനെതിരെ വന്നിട്ടും അന്വേഷണമോ നടപടിയോ ഇല്ല. എയ്ഡഡ് വിദ്യാലയങ്ങളെ നിയന്ത്രിക്കാൻ 57 സർക്കാർ കൊണ്ടുവരാനിരുന്ന നിയമത്തെ വിമോചന സമരമാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിലെ ചില വിദ്യാഭ്യാസ കച്ചവടമാക്കുകയാണ്. ഇത്തരക്കാരെ മര്യാദ പഠിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും വിളയോട് ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കരിപ്പോട് നടന്ന പ്രതിഷേധ സമരത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരായ S. സക്കീർ ഹുസൈൻ, കൊല്ലങ്കോട് സുരേഷ് കണ്ണാടി, K. വാസുദേവൻ, പീതാംബരൻ മാസ്റ്റർ, മുജീബ് ചുള്ളിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മുള്ളൂർക്കര വാഴക്കോട് വളവിലുള്ള വീടുകളിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. വീട്ടിൽ ഉണ്ടായിരുന്ന വാഴയും തെങ്ങും മറ്റു ഫലവൃക്ഷങ്ങളും കാട്ടാന നശിപ്പിച്ചു. കാട്ടാന ശല്യത്തെ തുടർന്ന് ജനങ്ങൾ ഏറെ ആശങ്കയിലാണ്. വാഴക്കോട് അത്താണിപ്പറമ്പിൽ മുസ്തഫയുടെ വീടിന് പിൻവശത്തുള്ള നിരവധി വാഴകളും തെങ്ങും മറ്റ് ഫലവൃക്ഷങ്ങളും ആനകൾ വന്ന് ഭക്ഷിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ഉടൻ തന്നെ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്താൻ നോക്കിയെങ്കിലും ആന പോകുന്ന മട്ടില്ലായിരുന്നു. തുടർന്ന് വീണ്ടും ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് ആനകൾ തിരിച്ചു പോയത്. തുടർന്ന് സമീപത്തുള്ള ആനകളുടെ പറമ്പിലേക്കും സമീപത്തുള്ള ആളുകളുടെ പറമ്പിലേക്കും ആനകൾ കയറി. അവിടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ 23-ാം വാർഡിൽ ഉൾപ്പെട്ട ചോലക്കുളം ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശനിയാഴ്ച രാവിലെ ശുചീകരണ പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ PR ഷീജ നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തെ ചോലക്കുളം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. ഷൊർണൂർ നഗരസഭയും നമ്മുടെ പാർട്ടി ബ്രാഞ്ച്, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലബ്ബുകൾ, ഈ പ്രദേശത്തുള്ള നാട്ടുകാർ എല്ലാവരും, പിന്നെ കോൺവെൻറ്റിലെ NSSൽ ഉൾപ്പെടുന്ന കുട്ടികൾ എല്ലാവരും ചേർന്നിട്ടുള്ളതിന് നല്ല ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഏകദേശം 1 വർഷത്തോളമായി പായലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായ രീതിയിലായിരുന്നു കുളം. ചോലക്കുളം ലിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, CPM ഹോസ്പിറ്റൽ ബ്രാഞ്ച് കമ്മിറ്റി, ഷൊർണൂർ സെന്റ് തെരേസസ് കോൺവെന്റിലെ NSS വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. നീന്തൽ പരിശീലകനും മുങ്ങൽ വിദഗ്ധനുമായ നിഷാദ് വരവൂർ, ക്ലബ് അംഗങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ MLA P മാമിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ച് ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. P മാമിക്കുട്ടി MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കോഴിപ്പാറ സെൻട്രൽ P മാമിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം P മാമിക്കുട്ടി MLA നിർവഹിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടങ്ങളെല്ലാം നിലവിലുണ്ടായതുകൊണ്ടാണ് അല്പം കാലതാമസം വന്നത്. എങ്കിലും ഈ പ്രദേശത്തെ ആളുകളുടെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്ന ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ ലൈറ്റിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇവിടെ ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലും ഈ ലൈറ്റ് പ്രകാശിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വാർഡ് കൗൺസിലർ VC സിന്ധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ P നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, മറ്റു ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവരും പങ്കെടുത്തു. നെടുങ്ങോട്ടൂർ സെൻട്രൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം P മാമിക്കുട്ടി MLA നിർവഹിച്ചു. ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രദേശത്തെ ആളുകളുടെ ആവശ്യം നിർവഹിച്ചു തരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. മാത്രമല്ല, ഈ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ കറണ്ട് കത്തിയായിട്ട് പിന്നാലെ മുനിസിപ്പാലിറ്റി കൊടുക്കും വേണം നടക്കും. അങ്ങനെയാണ് കറണ്ട് കത്തിച്ചാൽ നമ്മൾ കൊടുക്കണം. മാതിരിയാണ് ഈ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി ലൈറ്റുകൾ കത്തിയാലുണ്ടാകുന്നത്. വാർഡ് കൗൺസിലർ K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ P നിർമ്മല, മറ്റു ജനപ്രതിനിധികൾ, മുൻ ചെയർപേഴ്സൺ സിന്ധു, പ്രദേശവാസികൾ എന്നിവരും പങ്കെടുത്തു. കോഴിപ്പാറ, നെടുങ്ങോട്ടൂർ എന്നീ സ്ഥലങ്ങൾക്ക് പുറമെ പൊയിലൂർ, കണയം, കല്ലുരുട്ടി, കുളപ്പള്ളി ബസ് സ്റ്റാൻഡ്, കുളപ്പള്ളി SN റോഡ് പരിസരം, ഷൊർണൂർ ബസ് സ്റ്റാൻഡ്, പ്രീ മെട്രിക് ഹോസ്റ്റൽ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MLA നിർവഹിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ലോട്ടറി ഓഫീസ് ആരംഭിക്കണമെന്ന് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU മാത്രമാണ് രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ എന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഏതൊരു തൊഴിലാളിക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന പ്രദേശത്ത് തൊഴിലാളികൾ സ്വമേധയാ സംഘടിച്ച് സമരം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. സമരത്തിന് ആധാരമായ കാരണം എന്താണ്? സമരത്തിന് ആധാരമായ കാരണം എന്ന് പറയുന്നത്
എന്നതാണ് അവർ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. ആ സമരത്തിന് CIT എന്നല്ല നേതൃത്വം കൊടുത്തു. അവിടുത്തെ തൊഴിലാളികൾ, ആ തൊഴിലാളികൾ ഇന്നലെ വരെ ജീവിച്ച പോലെ ജീവിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്താണ് ഇന്നലെ വരെ ജീവിച്ച പോലെ? അവരിപ്പോ ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികൾ ഈ കേരളത്തിലുള്ള തൊഴിലാളികൾ ജീവിക്കുന്ന പോലെയല്ല. അവർക്ക് ആകെ കിട്ടിയിരുന്ന കൂലി എന്ന് പറയുന്നത്, മാസക്കൂലി എന്ന് പറയുന്നത് 8,000 രൂപയാണ്. നമുക്ക് ഊഹിക്കാൻ വേണ്ടി കഴിയും 2,000 രൂപയ്ക്ക് ഈ കേരളത്തിലെ ഒരു മാസത്തിൽ ഏതെങ്കിലും തൊഴിലാളി ജീവിക്കുമോ? എന്നാൽ ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന പ്രദേശത്ത് വ്യവസായ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ അവർക്ക് 8,000 രൂപ വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആണ് അവർ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമരത്തിന് ആധാരമായ അന്നത്തെ ഒരു പ്രശ്നം പറയുന്നത് എന്താണ്? ലോകത്താകമാനം യുദ്ധമാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചു. അതിന്റെ ഒപ്പം തന്നെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. കെ സുശാന്ത് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KJ സുരേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം KP ഹരികൃഷ്ണൻ, V മോഹനൻ, AP രാജൻ എന്നിവർ സംസാരിച്ചു. എടത്തറയിൽ ബസ്സിന് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം സംഭവിച്ചത്. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ പറളിക്ക് സമീപം എടത്തറയിലാണ് സംഭവം നടന്നത്. ഒറ്റപ്പാലം പാലപ്പുറം SRK നഗർ പുത്തൻ വീട്ടിൽ 62കാരനായ ശശിധരനാണ് ഗുരുതരമായ പരുക്ക് സംഭവിച്ചത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ ബൈക്ക് തകർന്നിട്ടുണ്ട്. ഒറ്റപ്പാലം ഫാർമേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഹൈടെക് പഴം പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം ഈ മാസം 17 രാവിലെ 9 പ്രവർത്തനം ആരംഭിക്കും. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലത്തിൻ്റെ കർഷക തനിമ, പഴയകാല കർഷക തനിമ വീണ്ടെടുക്കുന്നതിന്, അതോടൊപ്പം തന്നെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസം മുൻപ് രൂപീകൃതമായിട്ടുള്ള ഒറ്റപ്പാലം ഫാർമേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയുടെയും അതുപോലെ തന്നെ കൃഷിഭവന്റെയും ഒക്കെ പരിപൂർണമായ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള കെട്ടിടത്തിൽ നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സംഭരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം മറ്റന്നാൾ 17-ാം തീയതി ചിങ്ങം 1 കർഷക ദിനത്തിൽ ഒറ്റപ്പാലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒറ്റപ്പാലം MLA ബഹുമാനപ്പെട്ട K പ്രേംകുമാർ അവരാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ MK ജയസുധ അവർ, വൈസ് ചെയർമാൻ രാജേഷ്, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ അനവധി ആളുകൾ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് കർഷകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആളുകളെ ഈ കാർഷിക മേഖലയിലേക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ നിന്നും നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം ഓണത്തിന് കുറേ കർഷകരുടെ പച്ചക്കറി കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ്. CPIM പറളി ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ 150-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 100-ൽ പരം വയോജനങ്ങൾക്ക് ഓണക്കോടിയും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. മുൻ MLAയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ശാന്തകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് വിഭാവനം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മാത്രമേ കഴിയുള്ളൂ. ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതേതര രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നൊക്കെ പറയുമ്പോൾ അവര് അഡ്രസ് ചെയ്യപ്പെടുന്നത്
സമൂഹത്തിൽ ഉയർന്ന ജാതിയിൽ ഉയർന്നവരും സാമ്പത്തികമായി ഉയർന്നവരും ഒക്കെയുള്ള ഒരു നിശ്ചിത വിഭാഗത്തെ മാത്രമാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹന, പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഖിൽ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജയന്തി സുദേവൻ അധ്യക്ഷയായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി മുരളീധരൻ സ്വാഗതവും രമേശ് നന്ദിയും പറഞ്ഞു. 2024-25 വർഷത്തിൽ ഒന്നാം വിളക്കാലത്തെ കാലാവസ്ഥിതിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ സംസ്ഥാന വിഹിതം അനുവദിച്ച് നെൽകർഷകർക്ക് ധനസഹായം ലഭ്യമാക്കിയ UDF സർക്കാരിനെ പാലക്കാട് ചേർന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിച്ചു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏത് ബാങ്ക് വന്നു ഏത് ഗവൺമെന്റ് വന്നാലും സഹായിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവിടുത്തെ അധ്വാനം അവരുടെ ഡയറക്ടർ പറഞ്ഞ റിസ്ക് കൊണ്ടാണ് സ്ഥാപനം ശമ്പളം കൂടുന്ന ആ സ്ഥാപനത്തിന്റെ വരുമാനത്തിനനുസരിച്ചാണ്. ആ കറണ്ട് വളരെ വലിയ കൊടുക്കുന്ന ആവശ്യമാണ്. പാട്ടുമില്ലാത്ത ആ ബാങ്കിന്റെ വരുമാനത്തിനല്ല. സർവീസ് സഹകരണ ബാങ്കുകളുടെ കോൺസോർഷ്യം രൂപീകരിച്ച് നെല്ല് സംഭരണം സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. ബി ഇക്ബാൽ, സതീഷ് പഴക്കുളം, ഗി വർഗീസ് മാസ്റ്റർ, രവി പോലുവളപ്പിൽ, CM സദാശിവൻ, NV വിൽസൺ, അരുൺ PK, മിനി വിനോദ്, സജീവ്, VT തോമസ്, അശോകൻ പൊറ്റക്കാട്, NP വിജയൻ, ശ്രീകുമാർ അസ്ലം, KN ഗോവിന്ദൻകുട്ടി, വിനയകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യദിനാഘോഷ ദിനത്തിൽ ഷൊർണൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓഫീസുകളിലും മിക്ക നമ്മുടെ ഇപ്പോൾ പ്രാദേശിക സർക്കാർ എന്നുള്ള നിലയിൽ നമ്മുടെ നഗരസഭകൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ഓഫീസുകളിൽ അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് തൊഴിലിടങ്ങളിലും അത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ എല്ലാവരിലും ഈ സ്വാതന്ത്ര്യദിന സന്ദേശവും അതുപോലെ തന്നെ എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഹർഘർ. നഗരസഭാ പരിധിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവർ 100% വിജയം കൈവരിച്ച സ്കൂളുകൾ, വിവിധ മേഖലകളിൽ വ്യക്തിഗത വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങൾ എന്നിവരെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ CK സൗമ്യ, സന്ധ്യ, സിനി മനോജ്, VK ശ്രീകൃഷ്ണൻ, EP നന്ദകുമാർ, സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവിൽ ആനയൂട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആനയൂട്ടിനോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും പാണ്ഡിമേളവും സംഘടിപ്പിച്ചിരുന്നു. 100 കണക്കിന് ഭക്തർ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂരിന്റെ തിരുസന്നിധിയിൽ വീണ്ടും ഒരു ഉത്സവകാലങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആനയൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു പൂർണ്ണ വിജയമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും വളരെ നിരക്കേറിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പറളി തേനൂർ അത്താലുംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം. പ്രത്യേക പൂജകൾ, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. മേൽശാന്തി ഞാറങ്ങോട്ടുമഠം രഘുനാഥ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ നിറപുത്തിരി ആഘോഷം ഓഗസ്റ്റ് 25-ന് നടക്കും. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടുകൂടി സംഘടിപ്പിച്ചു. കൊല്ലങ്കോട്ട് നിന്നും ഒറ്റപ്പാലം തോട്ടക്കരയിൽ നിന്നും കൊണ്ടുവന്ന വിളഞ്ഞ നെൽക്കതിരുകൾ ക്ഷേത്ര മതിലിനകത്ത് മേൽശാന്തി ഏറ്റുവാങ്ങി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കതിർ എഴുന്നള്ളിപ്പ്, കതിർ പൂജ, കതിർ പ്രസാദ വിതരണം എന്നിവയുമുണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി ഞാറങ്ങോട്ടുമഠം രാമേന്ദ്രൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തു. പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര ഊട്ടുപുര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രാമപദം നങ്ങ്യാർകൂത്ത് പരമ്പര സമാപിച്ചു. ഓഗസ്റ്റ് 11-ന് തുടങ്ങിവെച്ച പരമ്പര 14-ന് രാത്രിയിൽ സമാപിച്ചു.
പരുത്തിപ്പുറ കോണോത്തെ നരസിംഹമൂർത്തി ക്ഷേത്രം ഊട്ടുപുര ഓഡിറ്റോറിയത്തിൽ നടത്തിവന്നിരുന്ന രാമപദം നങ്ങ്യാർകൂത്ത് പരമ്പരയ്ക്കാണ് വെള്ളിയാഴ്ച രാത്രിയിൽ സമാപനമായത്. സീത പരിത്യാഗം കഥയിൽ കലാമണ്ഡലം സംഗീത അരങ്ങിലെത്തി. മിഴാവിൽ കലാമണ്ഡലം രതീഷ് ബാസ്, കലാമണ്ഡലം കൃഷ്ണദാസ്, ഇടക്കിയിൽ കലാനിലയം രാജനും താളം കലാമണ്ഡലം അശ്വതിയും രംഗത്തെത്തി. നേരത്തെ നടന്ന ചടങ്ങിൽ രാമചാക്യർ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ KP ശ്രീദേവിയും നിർവഹിച്ചു. ക്രിയ നാട്യശാലയാണ് നങ്ങ്യാർകൂത്ത് പരമ്പര അവതരിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇനി മാറ്റലേക്ക് നോക്കാം. പതിവിന് വിപരീതമായി PMAY ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപ അനുവദിക്കുന്നതിൽ 1 ലക്ഷം ഗുണഭോക്താവ് വഹിക്കണമെന്ന നിബന്ധന സാധാരണക്കാർക്ക് വിനയാകും. ഇന്ന് മാറ്റൊലി ആരായുന്ന വിഷയം ഇതാണിത്. പ്രതികരണങ്ങൾ ഒന്ന് നോക്കാം. നിലവിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ ഗുണഭോക്താക്കൾ വഹിക്കണം എന്ന് പറയുന്ന പുതിയ സർക്കുലർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു മുഖമുദ്ര കൂടിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ തലചായ്ക്കാനുള്ള ഒരു സ്വപ്നം, ഒരു വീട് എന്നുള്ള സ്വപ്നം, അതിൽ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല അത് പ്രധാനമന്ത്രിയുടെ മുദ്ര അവിടെ വീടിൻ്റെ മുന്നിൽ വയ്ക്കണം എന്നുള്ള ചില നിബന്ധനകൾ, ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നതും അവരുടെ നിത്യോപയോഗ നിർവഹണത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതുമാണ്. ഈ ഇതുപോലുള്ള കിരാതമായ പരിപാടികൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും അവരുടെ വാസയോഗ്യമായ ഒരു വീട് എന്ന സ്വപ്നം അതിനെതിരെ ഉണ്ടാക്കിയുള്ള കിരാതമായ നിയമങ്ങളാണ്. അത് പിൻവലിക്കണമെന്നും മാത്രമല്ല സംഖ്യ വർദ്ധിപ്പിക്കുകയാണ് നിലവിലുള്ള അഭികാമ്യം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷമാക്കി നാട്. വിവിധ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ പതാക ഉയർത്തി. ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും തലമുറകളിലേക്ക് കൈമാറി രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും സ്വാതന്ത്ര്യത്തിന്റെ കരുത്ത് യുവത ഏറ്റെടുക്കണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. ശാസ്ത്രത്തിലും സാങ്കേതിക വളർച്ചയിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. അനുദിനം മുന്നേറുന്ന വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി. ഞായറാഴ്ച അത്തം പിറക്കും. ഇനി ഓണപ്പൂവിളികൾക്ക് കാതോർക്കുന്ന നാളുകൾ. അത്തം പിറക്കുന്നതോടെ മലയാളക്കരയിൽ ഇനി അങ്ങോട്ട് ഓണാഘോഷങ്ങൾക്ക് സജീവമാകും. മലയാളികൾക്ക് പൂക്കളം തീർക്കാനുള്ള പൂവിപണിയും സജീവം. എയ്ഡഡ് മേഖലയിലെ നിയമന നിയന്ത്രണം സർക്കാരിന് കീഴിലാക്കണമെന്ന് ജനകീയ സമരസമിതി. എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്ന മാനേജ്മെന്റുകളെ പ്രതീകാത്മകമായി വിചാരണ ചെയ്ത് തൂക്കിലേറ്റി ജനകീയ സമിതിയുടെ പ്രതിഷേധം. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ആശങ്കയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.